ഇനിയിപ്പം രാവിലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാര്യം വെറുതെ ഇറങ്ങിയതല്ല, ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനൊന്ന് ഭയന്നിനി. കാര്യം വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിന്. നോമ്പെടുത്തിട്ട് ഇതുവരെ നിൽക്കാൻ പറഞ്ഞാൽ പോസിബിൾ അല്ലല്ലോ. അപ്പം പിന്നെ അനിയത്തി രാവിലെ തന്നെ ടോക്കൺ എടുത്ത് വെച്ചുകൊണ്ട് നമുക്കിതൊന്നും ബാധകല്ലേ. ഇങ്ങനെ അടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മളെ കോട്ടയുടെ അടുത്തുള്ള ബീച്ചിലേക്ക് ഇനം നല്ല അടിപൊളി കിട്ടിലൻ സെറ്റ് ബീച്ച് എന്നിട്ട് ഇത് കുറച്ച് നേരം ആടെ ഇരുന്നിട്ട് പിന്നെ ഐസോനും മാലിക്കും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ പിന്നെ നേരെ പോയിട്ടുണ്ടായത് നെസ്റ്റോയിലേക്ക്. എത്തിച്ച് എവിടെ പോയിട്ടില്ലെങ്കിലും നെസ്റ്റോ കയറലും മസ്റ്റാണ്. അങ്ങനെ നെസ്റ്റോ കയറിയിട്ട് കാര്യമായിട്ട് ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഡ്രീം കേക്കും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, പിന്നെ നമുക്കൊന്ന് മൈജിയിലും കൂടി കയറാൻ വേണ്ടിയിട്ടുണ്ടേന്. അങ്ങനെ അടുത്ത ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിടന്നൊരു മൈക്ക് വാങ്ങണം എന്നുണ്ടേനും. പക്ഷെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്ത മൈക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ഞാൻ കാര്യമായിട്ട് നോമ്പ് മുറിക്കാനൊന്നും ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാര്യം ശ്വാസം മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ച ഒരു കടിയെടുത്ത് പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സമൂസ വാങ്ങിയിട്ടുണ്ടേനും. ഞാൻ കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസും കൊണ്ട് നോമ്പൊക്കെ മുറിച്ച് നേരെ പത്തിരിയും കൊയ്ക്കറിയും കഴിച്ചിട്ടുണ്ടേനും. പോയി വന്നപ്പാടെ ഐസു മാലിക്കും ഇത് പാതിയാക്കി വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ കിട്ടിയോണ്ട്